പാലക്കാട് സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ മറുകണ്ഠം ചാടിയ നമ്മളെ സരനുണ്ട്. സരിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ മാർക്സിൻ്റെ മെയിൻ നേതാക്കന്മാരടക്കം മുസ്ലിം ലീഗിനെ പറ്റിയിട്ട് നല്ലതാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. പിന്നെ പലപ്പോഴും എപ്പോഴേലൊക്കെ നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയാറുണ്ടെങ്കിലും ഇത്രത്തോളം രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം അധപ്പതിച്ച് പറയുന്നത് മിക്കവാറും RSS നേതാക്കളും BJP-ക്കാരൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അവർ ഇത് BJP-ക്ക് ഇപ്പം പഠിക്കുകയാണോ എന്നാണ് കേട്ടോ. അതാരാ പറഞ്ഞിരുന്നത്? അവരുടെ നേതാക്കൾ. ഇപ്പൊ അവന്റെ നേതാക്കന്മാരൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ. ലീഗിന് അടി തെറ്റിക്കണോ ഇല്ലേ എന്നൊന്നും പറയേണ്ട ഒരു അവകാശം അവനിക്കില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റ് എങ്ങനെയെങ്കിലും അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ലീഗിനെ പറ്റിയിട്ടോ ഒന്നിങ്ങനെ ചൊറിഞ്ഞാൽ അങ്ങനെ ഒന്നിങ്ങനെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നിങ്ങനെ നിറഞ്ഞു നിന്നാലല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു സീറ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് പാവം പെടുന്നത്. എന്തായാലും നിങ്ങൾ സഖാക്കന്മാരല്ലെങ്കിൽ അവരെന്തായാലും അദ്ദേഹത്തിനൊരു സീറ്റ് കൊടുക്കണല്ലേ. ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സീറ്റ് കൊടുക്കാതിരിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഓക്കെ.